ഇതൊരു 2-3 മാസം മുന്നത്തെ വീഡിയോ. സഖിക്ക് വയ്യാണ്ടായപ്പം ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. ആദ്യത്തെ ദിവസം ഞങ്ങൾ വന്നു. അവന് ടോൺസിലിറ്റീസിൻ്റെ ഇൻഫെക്ഷനാണെന്ന് പറഞ്ഞു. അവരൊരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അവനെ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2ാമത്തെ ദിവസം വന്നു. കാരണം അവന് തീരെ വയ്യ. 2ാമത്തെ ദിവസം വന്നപ്പം ഇൻഫെക്ഷൻ കുറച്ച് കൂടുതലാണ്, കുറച്ച് സിവിയർ ആണെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും വേറെ പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. അവന് ആരോഗ്യസ്ഥിതിക്ക് മാറ്റം ഉണ്ടായില്ല. 3ാമത്തെ ദിവസം അവൻ ഒറ്റയ്ക്ക് വന്നു, കാരണം എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പക്ഷെ 4ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും കാര്യം കയ്യിൽ നിന്ന് പോയി. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ അവരവിടുന്ന് ഞങ്ങൾ വേഗം ആംബുലൻസിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈയിടെ അവർ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ആളെ തിരിച്ച് ജീവനോട് കിട്ടുമെന്ന് വരെ ആയിപ്പോയി. പിന്നെ അവൻ ICUലായി, വെന്റിലേറ്റർ പോലെ ഒരു സപ്പോർട്ടിൽ കിടത്താൻ തുടങ്ങി. അങ്ങനെ ഒരു 4-5 ദിവസം ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു. പക്ഷെ അവിടുന്ന് നല്ല ഫുഡൊക്കെ കിട്ടുമായിരുന്നു. ആദ്യത്തെ 2 ദിവസം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുത്തു, കാരണം അവൻ കുറച്ച് നോർമലായി. അവൻ്റെ കോലം കണ്ടോ, അവിടുന്ന് നല്ല ഫുഡും ജ്യൂസും ഒക്കെ തന്നുകൊണ്ടിരുന്നു. പക്ഷെ അവനൊന്നും കഴിക്കാൻ പറ്റില്ല, തൊണ്ടയിൽ ഒരു ഉമിനീര് പോലും ഇറക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ദിവസം ഞാൻ മന്തിക്ക് ചെയ്തപ്പോൾ മന്തി രാത്രി വാങ്ങി കഴിക്കുന്നതാണ് കാണുന്നത്. കാരണം അവിടുന്ന് ആദ്യം തരുന്ന ഫുഡൊക്കെ നല്ല ടേസ്റ്റായി തോന്നി. പക്ഷെ പിന്നെ വായയുടെ രുചിയൊക്കെ പോയി. ബ്രെഡും അങ്ങനത്തെ ഇംഗ്ലീഷ് ഫുഡല്ലേ തരുന്നത്, അത് കഴിച്ച് മടുത്തു. ലാസ്റ്റ് ദിവസം മന്തിയൊക്കെ കഴിച്ച് അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിൽ പോകുന്നത്. പിന്നെ അവൻ ഓക്കെ ആയി. പക്ഷെ ആദ്യത്തെ ഒരു 2-3 ദിവസം ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ എൻ്റെ ഒരു മന്തി കഴിപ്പും എൻ്റെ ഒരു സന്തോഷമൊക്കെ കണ്ടപ്പോൾ അവനും ഒരു ഉന്മേഷമൊക്കെ തോന്നിയിട്ടായിരിക്കണം അവനും ഓക്കെ ആയി. നമ്മൾ കൂടെ ഇരിക്കുന്നവരിങ്ങനെ ചത്തേ ചമഞ്ഞെന്ന് പറഞ്ഞിരുന്നാൽ തന്നെ കട്ടിൽ കിടക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനും അവനെ ആദ്യം ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഇടങ്ങാറായിരുന്നു. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല. അത് ടോൺസിലിറ്റീസ് ഇൻഫെക്ഷനൊക്കെ വന്ന് കൂടിപ്പോയതാണ്. നോക്കൂ, മന്തി ഞാനിങ്ങനെ വാരി വലിച്ച് തിന്നുന്നത് ബാക്കിലൊരു രോഗി കിടക്കുമ്പോഴാണ്. കുഴപ്പമില്ല, അവന് ഞാൻ ഫുഡ് കഴിക്കുന്നതൊക്കെയാണ് ഏറ്റവും സന്തോഷം. അവന് ഞാൻ ഫുഡ് കഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞാൽ പാവം ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, മന്തി ബൈ ദ വേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഹോസ്പിറ്റൽ വാസമാണെങ്കിൽ മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തതാണ്. അവിടെ നമുക്ക് ഇന്ത്യൻ ക്വിസിനും കിട്ടുമായിരുന്നു, പക്ഷെ അവനത് കഴിക്കാൻ കഴിയില്ല. കുറച്ചിങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ളതാണ് ലാസ്റ്റ് പീസൊക്കെ ആയപ്പോൾ കൊടുത്തത്. അപ്പം അത്രേ ഉള്ളൂ. പുള്ളി പോക്കെയാണ്. ബൈ.